നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കേരളത്തിൽ ഒരു സർക്കാർ രൂപീകരിച്ചു, ഭരണമാറ്റം വന്നു. അപ്പോൾ ഡൽഹിയിൽ പക്ഷേ ഏറ്റവും തിരക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു വ്യക്തിയായി ഒരാൾ, നമ്മുടെ ഒരു മലയാളി, കേരളത്തിനൊക്കെ അഭിമാനമാണ് കേട്ടോ. ഒരു മലയാളി ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. വളരെ തിരക്കാണ്, എല്ലാവരും വിളിക്കുന്നു. അതായത് അദ്ദേഹത്തിനെ പല സംസ്ഥാനങ്ങളിലെയും BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും സർക്കാരും അവരുടെ പ്രതിനിധിയാകാനായിട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായിട്ടൊരു യാത്ര മുൻ നിശ്ചയിച്ച പ്രകാരം ഉണ്ട്. CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി സഖാവിനെ അദ്ദേഹം കണ്ട് ചർച്ച നടത്തി. ഇതേ അദ്ദേഹം അടുത്ത ആഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടൊരു സുപ്രധാനമായ കൂടിക്കാഴ്ച ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേ അടുത്ത ആഴ്ച തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ തിരക്കേറിയ മനുഷ്യൻ, രാഷ്ട്രീയത്തിലെ തിരക്കേറിയ ഒരു ചാട്ടുളി, ചിരിത തോമ ഇവിടെ പറയും. കേരളത്തിൽ ഇത്ര വിലയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പേര് കെവി തോമസ്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്നു, കോൺഗ്രസിന്റെ പഴയ മന്ത്രിയാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. ഒരിക്കൽ ഒരുപക്ഷെ PJ കുര്യനൊപ്പം നിന്ന് എറണാകുളത്തെ കോൺഗ്രസിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം എന്തോ പിണറായി വിജയന്റെ സൗന്ദര്യത്തിലും കരുത്തിലും ഒക്കെ ആകൃഷ്ടനായിട്ട് അങ്ങ് പാർട്ടിയോടൊപ്പം ചേർന്നില്ല. അദ്ദേഹം പറയുന്നത്, പിണറായി സർക്കാർ വിളിച്ചു, ഞാൻ ഡൽഹിയിൽ കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ ഉപവിഷ്ടനായി എന്നാണ്. ഇപ്പം ഇറങ്ങി റൂമെല്ലാം തിരിച്ചു കൊടുത്തു. ഗ്യാസ് കുറ്റി വരെ തിരിച്ചേൽപ്പിച്ചിട്ടാണ് അദ്ദേഹം കേരള ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നത്. എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചെന്ന് പറയുന്ന അദ്ദേഹം തിരികെ വന്നിട്ട് തിരിച്ചു പോയിരിക്കുന്നു. എന്തായിരിക്കും ഒരു മാറ്റം? യഥാർത്ഥത്തിൽ എന്നൊക്കെ ഭരണമില്ലാതെ വരുന്നോ ആ ഭരണമില്ലാതെ നിൽക്കാൻ പറ്റാത്ത ചിലരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. എപ്പോഴും ഭരണത്തിൻ്റെ തണലിൽ മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ വാക്കുമാറി പറയുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് വിചാരിക്കുന്നത്. അതെ 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 അത് തന്നെ, അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും ആരായാലും കുഴപ്പമില്ല, എവിടോട്ടായാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന BL സന്തോഷുമായി KV തോമസ് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. സത്യത്തിൽ KV തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിലപാട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കേണ്ട ഒരാളാണ് എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു. BJPക്ക് ഒരു വലിയ മുതൽക്കൂട്ടല്ലേ അദ്ദേഹം വരുന്നത്? BJPക്ക് മുതൽക്കൂട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല കേട്ടോ. BJPക്ക് ഒരു തരത്തിലും അതൊരു മുതൽക്കൂട്ടല്ല. കാരണം കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, അതാണ് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഒന്നും മീൻ കഴിക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചീരയെല്ലാം കൊണ്ടു കൊടുത്താലേ ഉള്ളൂ. അതെ, നേരത്തെ നമുക്കറിയാം ഡൽഹിയിൽ സ്ഥിരമായി സോണിയാഗാന്ധിക്ക് ജൻപഥിലേക്ക് മീനുമായി പോയിക്കൊണ്ടിരുന്ന തോമയാണ്. അങ്ങനെയാണ് തിരുത തോമ എന്ന പേര് പോലും അദ്ദേഹത്തിന് വന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാറ്റം, അതായത് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരണമില്ലാതെ വരുന്നപ്പോൾ നേരെ പിണറായി വിജയന്റെ ഏജന്റായി എന്ന് തന്നെ പറയാം, പിണറായി വിജയന്റെ ഏജന്റായി ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് അവകാശപ്പെടുന്നു. ബ്രിട്ടാസിനോടൊപ്പം ചേർന്ന് നിന്ന് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനൊരു ശ്രമം എന്ന രീതിയിൽ അദ്ദേഹം, ഞാൻ CPM ചേർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ VD സതീശൻ വന്നതോടെ CPM പോകാനുള്ള ഒരു വാതിൽ അദ്ദേഹത്തിൻ്റെ അടഞ്ഞു എന്നാണ്, കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു വാതിൽ അടഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം VD സതീശൻ്റെ അടുത്ത് അങ്ങനെ ഒരു, ചിലപ്പോൾ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ആയിരുന്നെങ്കിൽ പണ്ടുണ്ടായിരുന്ന സഹയാത്രികനല്ലേ പൊക്കോട്ടെ വന്നോട്ടെ എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ തീരുമാനിക്കാം. മാത്രമല്ല പുതുമുഖമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാത്രമല്ല സത്യത്തിൽ BJPയിലേക്ക് ഒരുപാട് പേർ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് BJP തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് ശരിക്കും ഈ KV തോമസ് എന്ന് പറയുന്നത് പിണറായി വിജയനും BJP സർക്കാരിനിടയ്ക്കുള്ള പാലമായിരുന്നില്ലേ? ബ്രിട്ടാസ് അങ്ങനെയായിരുന്നു, ഓർമ്മയില്ലേ? ഇപ്പൊ ഇദ്ദേഹം ഇടയ്ക്ക് അതായത് എനിക്ക് തോന്നുന്നു ഈ KV തോമസിനെയൊക്കെ സത്യത്തിൽ CPM എടുത്തത്, KV തോമസിനെയും ബ്രിട്ടാസിനെയൊക്കെ CPM എടുക്കുന്നതിന് ബ്രിട്ടാസ് CPMലുള്ള ആളാണെങ്കിൽ പോലും ഡൽഹിയിലേക്ക് അയക്കുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയന് ഭാഷ അറിയില്ല, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ അറിയുന്ന ആരെങ്കിലും അവിടെ വേണം. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു KV തോമസ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. മാത്രമല്ല കോൺഗ്രസ്സുകാരനായിരുന്നതുകൊണ്ട് സോണിയാഗാന്ധിയോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ആദ്യകാലങ്ങളിൽ തന്നെ ഡൽഹിയിൽ ലേഖകനായി ജോലി ചെയ്തുകൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം വഴങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ, നമ്മൾ പരീക്ഷ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് സ്ക്രൈബ് എന്ന് പറയും. അതുപോലെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആരെങ്കിലും ഇല്ലാതെ അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പം അതിനുവേണ്ടി ഉപയോഗിച്ച രണ്ടുപേരായിരുന്നു ഇവരെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റഹീമിന്റെ ഇംഗ്ലീഷ് പിന്നെ പറയാതിരിക്കുന്നല്ലോ, റഹീമും കൂടി റഹീമിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾ വേണ്ടി വരും. റഹീം എന്താണ് ഇംഗ്ലീഷ് പറയുന്നത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും കെ വി തോമസിന് ഭരണത്തിന്റെ തണലിലല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ കെ വി തോമസിന്റെ ആകെയുള്ള ഓപ്ഷൻ BJP-യിലേക്ക് പോവുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് BJP-ക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം കേരളത്തിൽ ഇഷ്ടം പോലെ പാർട്ടി പ്രവർത്തകർ പല ഇടങ്ങളിലും നിൽപ്പുണ്ട്. കഴിവുള്ള ആൾക്കാർ നിരവധിയുണ്ട്. പക്ഷേ കഴിവുള്ള ആൾക്കാരെ ഈ അകത്തേക്ക് കയറ്റാതെ മാരാർജി ഭവൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നവർക്ക് മുന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഭരണത്തിലിരിക്കുന്നവർ എപ്പോഴും ഇപ്പം BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് പുറത്തു നിന്നുള്ളവരെ വരാനാണ്. അതായത് സംഘപരിവാറുമായി ഒരു ബന്ധവുമില്ലാത്ത, സംഘപരിവാർ എന്തെന്ന് പോലും അറിയാത്ത പുറത്തു നിന്നുള്ള ആൾക്കാർ വരുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് ഗുണം ചെയ്യും. കാരണം അവർക്ക് ഈ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പം എന്തെങ്കിലും സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് BJP-യിൽ വരുന്നതെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരടുത്ത പടി എന്ന രീതിയിൽ ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കും. ഒന്നുകിൽ കേന്ദ്ര നേതൃത്വത്തെ ബന്ധപ്പെടും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ സംഘ നേതൃത്വത്തിലുള്ള സംഘപരിവാറിൻ്റെ നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ള സംഘടനയല്ല BJP. പക്ഷേ എങ്കിലും ഒരു നിയന്ത്രണ ഫോഴ്സ്, ഒരു അടിസ്ഥാന ഒരു കുടുംബം എന്ന രീതിയിൽ ഒരു നിയന്ത്രണ ഫോഴ്സ് സംഘത്തിനുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ സംഘമാണ്, ഈ ഓപ്പണായി പറഞ്ഞില്ലെങ്കിൽ പോലും സംഘമാണ് പലപ്പോഴും ആരെ വേണം ആരെ വേണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന അവസാന വാക്ക് സംഘമാണ്. അപ്പോൾ RSSനെ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം നേരെ മറിച്ച് പുതിയ ഒരാൾ വന്നാൽ അവർക്ക് ഇതുവരെ ആരെയും അറിയില്ല. അവർക്കും RSSന്റെ നേതാക്കന്മാർക്കും RSSന്റെ സംഘടനാ സംവിധാനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഇവരെ അറിയണമെന്നില്ല. നേരെ മറിച്ച് വളരെ ചെറുപ്പകാലം മുതൽ സംഘടനയിലൂടെ വളർന്നു വന്ന ഒരാളാണെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രചാരകന്മാരെ, ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ ഒക്കെ ഇവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്നൊരു പ്രശ്നം നേരിട്ടാൽ അവർക്ക് നേരിട്ട് വന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. നേരെ മറിച്ച് ഈ കോൺഗ്രസിൽ നിന്നും മറ്റുള്ള സംഘടനകളിൽ നിന്നുമൊക്കെ ആൾക്കാർ വന്നാൽ അത് നേതൃത്വത്തിന് വലിയ ഗുണം ചെയ്യും. കാരണം ഈ നേതൃത്വം വിചാരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം കാണിക്കുന്ന കള്ളത്തരങ്ങളെപ്പറ്റി, നേതൃത്വം കാണിക്കുന്ന അഴിമതികളെപ്പറ്റി, നേതൃത്വം കാണിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി, നേതൃത്വം എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നും പറയാനുള്ളൊരു വഴിയില്ലാതെ വരുന്നു. അപ്പോൾ വളരെ സേഫാണ്, നേതൃത്വത്തിലുള്ളവർ സേഫാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു പുറത്തു നിന്നുള്ളവരെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ളവർ വരണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഏതൊരു സംഘടനയ്ക്കും പുതിയ ആൾക്കാർ വരികയും മാറ്റം വരികയും സംഘടനയിലേക്ക് ആൾക്കാർ ആകർഷിക്കുകയും ചെയ്താലേ സംഘടന വളരുകയുള്ളൂ. പക്ഷെ ഒപ്പം അവിടെ പാലിക്കേണ്ട ഒരു കാര്യം, ഈ സംഘടനയുടെ ബേസിക് ലെവലിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെ അതിൻ്റെ ബേസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ടല്ല പുതിയ ആൾക്കാരെ കൊണ്ടുവരേണ്ടത്. നിങ്ങൾ ഈ പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാം, പക്ഷെ അതേപോലെ പഴയ ആൾക്കാരെയും പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇവിടെ ഈ സംഘപരിവാർ സംഘടനകളുടെയും BJP-യുടെയും ഒക്കെ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇമോഷണലി വല്ലാതെ അറ്റാച്ച്ഡ് ഒരു കുടുംബമാണ് BJP, ഒരു കുടുംബമാണ് സംഘപരിവാർ, RSS ഒരു കുടുംബമാണ്. അത് സ്വന്തം പോലെ നെഞ്ചിലേറ്റുന്ന ആൾക്കാരാണ്. അത് എനിക്ക് ഇവർക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പോൾ RSS സംഘപരിവാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില സമയങ്ങളിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയുന്നത് നീ ഒരു ജേർണലിസ്റ്റാണ്, നീ അങ്ങനെ ഇമോഷണലായി ചിന്തിക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു പാതയിലൂടെ വളർന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ആ സംഘടന നശിച്ചു പോകരുതെന്നും ആ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരണമെന്നും ആഗ്രഹിക്കുന്നവരാണ് 90%. അപ്പോൾ ഇവിടെ ഈ സംഘപരിവാറിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് തോന്നുന്നൊരു ഏറ്റവും കുറഞ്ഞ ഒരു 500 പേര് BJP-യിലേക്ക് വന്നിട്ടുണ്ടാവും, ഓരോ ദിവസം 3-4 വരുന്നുണ്ടാവും. അപ്പോൾ പക്ഷെ വന്നവരിൽ എത്ര പേർ സംഘടനയ്ക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്, സംഘടനയ്ക്ക് ലോങ് റണ്ണിൽ ഗുണം ചെയ്യുന്നവരാരാണ്, അല്ലെങ്കിൽ സംഘടനയിലേക്ക് കൊണ്ടുവന്നാൽ അത് നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ആൾക്കാരാണോ, സംഘടനാ പ്രവർത്തന പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വാളിറ്റിയുമുള്ള ആൾക്കാരുണ്ടാവില്ല. ചിലരെ സംബന്ധിച്ച് നല്ല ഓർഗനൈസർമാരായിരിക്കും, നന്നായിട്ട് ഒരു പരിപാടി കൊടുത്താൽ അവർ വൃത്തിയായി പരിപാടി ഓർഗനൈസ് ചെയ്യും, അത് നടപ്പാക്കും. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ മൈക്കിൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ആൾക്കാരാവില്ല. പക്ഷെ അവരെ സംഘടനയ്ക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ സംഘടനയിൽ ഇപ്പം നമ്മൾ പറയും ചില നേതാക്കന്മാരൊക്കെ ഉയർന്നു വന്ന ശേഷം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നതല്ലേ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ പണി ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചിലർക്ക് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം അതാ, എല്ലാം ഒരേ സമയം എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമാക്കുകയും ചില കാര്യങ്ങളിൽ നമ്മൾ എക്സൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നേതൃഗുണമുള്ളവർ
ചില ആൾക്കാർ നേതൃഗുണമുള്ളവരായിരിക്കും, ചില ആൾക്കാർക്ക് അത്ര നേതൃഗുണം കാണില്ല, പക്ഷെ അവരെല്ലാ പണിയും ചെയ്യുന്നവരായിരിക്കും, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നവരായിരിക്കും, ചിലർ സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖമായി നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച്, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ ഫലപ്രദമായി തടയാൻ കഴിവുള്ള ആൾക്കാരാണ് സത്യത്തിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ BJPയുടെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരാളെ പോലും റെക്കഗ്നൈസ് ചെയ്ത് BJPയുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ BJPക്ക് വേണ്ടി എഴുതുന്ന സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ എഴുതുന്ന ആരെയും ഈ സംഘടന റെക്കഗ്നൈസ് ചെയ്യുകയോ അവരെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ ആദരിക്കുകയോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് പറയുകയോ ചെയ്യില്ല. പകരം അവരെ സൈബർ സംഖ്യകൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് സ്വാഭാവികമായി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ BJPക്ക് നേരിട്ട് ഏറ്റവും വലിയ അപജയം അത് തന്നെയായിരുന്നു. ഒരാൾ പോലും ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ ഡിഫെൻഡ് ചെയ്യാനിരുന്ന ഒരു കാലഘട്ടം ഈ 10 വർഷത്തിനിടയിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഞാനൊക്കെ അന്ന് റിപ്പോർട്ടറിലും ന്യൂസ് 18ലും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ വല്ലാതെ നാണം കിട്ടിയിട്ടുണ്ട് ചില സമയങ്ങളിൽ. കാരണം ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പറയുന്നതൊക്കെ മണ്ടത്തരവും അല്ലെങ്കിൽ പറയാൻ അറിയാത്തതും കാര്യങ്ങളെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ അറിയാത്തതുമായ ഒരു കൂട്ടം നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരൊക്കെ ഇപ്പോഴും വീണ്ടും എനിക്ക് തോന്നുന്നു സംഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഗുണമുണ്ടായത് ചില പുതിയ ആൾക്കാർ അതിൽ ഉദയം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ യുവരാജ് ഗോകുലിനെ പോലെ, ശംഖുട്ടി ദാസിനെ പോലെ, ഒരുപക്ഷെ ശബരിമല സമരത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഇവരൊക്കെ. ഒരു ഹിന്ദു സമ്മേളനത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഒരുപക്ഷെ യുവരാജ് ഗോകുൽ. അല്ലാതെ BJP പോയി കണ്ടുപിടിച്ച് BJP അടുപ്പിക്കാതിരുന്ന ഒരാളാണ് യുവരാജ് ഗോകുൽ. അപ്പോൾ ഒരു ശബരിമല സമരത്തിലൂടെ അല്ലെങ്കിൽ ഹിന്ദു സമ്മേളനങ്ങളിലൂടെ അത് ഓർഗനൈസ് ചെയ്ത് കണ്ട് അവസാനം സുരേന്ദ്രൻ, ആ ക്വാളിറ്റി കണ്ട് സുരേന്ദ്രൻ കൊണ്ടുവന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇന്ന് BJPയിലുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാരെല്ലാം PP മുകുന്ദന്റെ കാലത്ത് ഈ പാർട്ടിയിൽ PP മുകുന്ദൻ കൊണ്ടുവന്നവരാണ്. അതിനുശേഷം ഒരുപാട് ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ വന്നു. ആർക്കെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേതാവിനെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഞാൻ കൊണ്ടുവന്ന നേതാവാണ്, അയാൾ കൊള്ളാം എന്ന് പറയാൻ ആർക്കും അതിനുള്ള കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലാകാലങ്ങളിൽ അവരുടെ പിണിയാളുകളെ കൊണ്ടിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞ് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി മാറുമ്പോൾ അവരെ ഏതെങ്കിലും വഴിക്കൂടെ പോകുന്നു. കാരണം സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ നിലനിൽക്കാൻ പോണ കപ്പാസിറ്റിയുള്ള ആരെയും ഇവിടെ വളർത്തിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ പല നേതാക്കന്മാരും കേരളത്തിന്, ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ കെവി തോമസ് ആണെങ്കിലും വരാൻ ശ്രമിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു BJP നേതാവ് എന്നോട് പറഞ്ഞു, നമുക്ക് നല്ല ആൾക്കാരൊന്നുമില്ല, നമുക്ക് പണ്ട് തൊട്ടേ BJPയിലുള്ള എല്ലാ നേതാക്കന്മാരും 90% പേരും പണ്ടേ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് എന്നാണ്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ വന്നു എന്ന് പറഞ്ഞ പോലെ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എത്ര പേർ BJPയിലേക്ക് കേരളത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ BJPയിലേക്ക് വരുന്ന എല്ലാവർക്കും, BJPയിൽ പുറത്തു നിന്ന് വരുന്നവർക്ക് വലിയ സ്ഥാനമാണ് ഇവർ കിട്ടുന്നത്. അത് കണ്ടിട്ടാണ് പലരും ഇപ്പോൾ വരുന്നത്. യഥാർത്ഥത്തിൽ ബേസ് വോട്ടുകളായ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്തവണ എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്ന 6 വോട്ടുകൾ, ആ 6 വോട്ടുകൾ ഇവിടെ ഇരുന്നില്ല SIRലൂടെ നഷ്ടപ്പെട്ടു പോയ വോട്ടുകളാണ്. യഥാർത്ഥത്തിൽ ഞാൻ അതിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചേർക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ കുറച്ച് വോട്ടുകൾ പോയെന്നു. ആ വോട്ടുകളെല്ലാം BJPയുടെ വോട്ടുകളാണ്. ആ വോട്ടുകൾ പോകാൻ സാഹചര്യം അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നിങ്ങളുടെ വോട്ടുകൾ പോയി അത് ചേർക്കണം എന്ന് പറയാൻ അവർ ഇവിടെയുള്ളവരല്ല. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രം ഇവിടെയുള്ളവരാണ്. അപ്പോൾ ആ വോട്ടുകൾ ഉണ്ട് എന്ന്, അവർക്ക് വേറെ എവിടെ വോട്ടും ഇല്ല കേട്ടോ, വേറെ ഒരു സംസ്ഥാനത്ത് അവർ വോട്ട് ചെയ്യുന്നവരുമല്ല. അപ്പോൾ അത് കണ്ടെത്തി അവരെ ചേർത്ത് അല്ലെങ്കിൽ SIRലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ വന്നിട്ട് എന്നെ സംഘടനാ വിരുദ്ധയെ ഒരു പ്രസ്താവനകൾ ഇറക്കി സംഘടനാ വിരുദ്ധയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഗ്രൗണ്ട് ലെവലിലുള്ള യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ആ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ, ഞാൻ പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ഈ കേരളത്തിലേക്ക് ഈ നല്ല നേതാക്കന്മാർ കേരളത്തിൽ വരട്ടെ, നല്ല കൊള്ളാവുന്ന നേതാക്കന്മാർ വരട്ടെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കിയാൽ അടുത്ത കാലത്ത് BJPയിലേക്ക് വന്നു എന്ന് അവകാശപ്പെടാൻ കഴിയുന്നതിൽ കൊള്ളാവുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ ഷോൺ ജോർജാണ്. നമുക്ക് ലോങ് റണ്ണിൽ ഗുണം ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഷോണിനെതിരെ BJPയുടെ കോർ കമ്മിറ്റി ഷോണിനെ തുരത്തി ഓടിക്കും. അതെ, എന്നാ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഷോൺ ജോർജ്, അയാൾക്ക് രാഷ്ട്രീയം അറിയാം, രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാം. വോട്ട് ഇട്ടതിന് ശേഷമാണ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് വലിയ അപരാധമായി പോയി. എങ്ങനെ അപരാധമാകുന്നത്? അതെ, വോട്ടെടുപ്പിന് മുമ്പാണ് പൊതുവെ ഉള്ളതാണ്. ജോർജും ഷോൺ ജോർജും വോട്ടെടുപ്പിന് മുമ്പാണ് അത്തരം ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിപ്പോയി എന്ന് പ്രസ്താവിച്ചെങ്കിൽ, രാജാവ് നഗ്നനാണെന്ന് പറയാൻ ധൈര്യം കാണിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതവർ മാന്യമായിട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ് EVM എല്ലാം സുരക്ഷിത ശേഷം അവർ പറഞ്ഞു
കാര്യങ്ങൾ പറഞ്ഞു. അതിലെന്താ തെറ്റ്? പക്ഷെ അതിലെ അതെന്താണെന്നറിയാമോ, ഞാൻ മനസ്സിലാക്കിയ സംഘപരിവാർ സംഘടനകളുടെ ആണെങ്കിലും, ഞാൻ സംഘപരിവാറിൻ്റെ സംഘടനകളിൽ മാത്രമല്ല സംഘപരിവാറിൻ്റെ ഒരു പത്രത്തിലും ജോലി ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാലം ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഘപരിവാറിൻ്റെ പത്രത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് മറ്റുള്ള സംഘടനകളുടെ പത്രങ്ങളിലോ മറ്റുള്ള സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരാൾ കയറി വരികയോ ഏതെങ്കിലും രീതിയിൽ ഒരാൾ ഷൈൻ ചെയ്യുകയോ ചെയ്യുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ കാലിൽ പിടിച്ച് വലിച്ച് താഴെ ഇടാനാണ് ശ്രമിക്കുന്നത്. ഇനി അഥവാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരാൾ ഈ പാർട്ടിയിലേക്ക് വന്ന് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ BJP നേതാക്കന്മാരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ കാലത്ത് നിങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ നേതാവാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ABVPയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നവരാണ്. ഞാൻ പ്രവർത്തിച്ചിരുന്നതിന് ശേഷം ഞാൻ ABVPയിലേക്ക് കൊണ്ടുവന്ന പല ആൾക്കാരും, ഞാൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി ABVPയുടെ ഭാഗമാക്കി കൊണ്ടുവന്ന പല ആൾക്കാരും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. നമുക്ക് ശേഷം പ്രളയമല്ല, നമുക്ക് ശേഷം ആൾക്കാർ വരുമ്പോഴാണ് നമ്മുടെ പിന്നിൽ ഉറച്ചു നിൽക്കാനും നമ്മുടെ സംഘടനയിലേക്ക് നമ്മളെ കണ്ടൊരാളും വരുമ്പോൾ മാത്രമാണ് ആ സംഘടന വളരുന്നത്. അല്ലാതെ ഞാനും എനിക്കിഷ്ടമുള്ള രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരാളെയും ഇതിലേക്ക് കയറ്റരുത്, ഇവിടെ സ്ഥലമില്ല, ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്, ഇവിടെ നടക്കില്ല എന്ന് വിചാരിച്ചാൽ, ഇവിടെ ഒരാളെയും ഇനി ഇങ്ങോട്ട് കയറ്റില്ല എന്ന് വിചാരിച്ചാൽ സംഘടന എവിടെ അവസാനിച്ചില്ലേ? അത്രേ ഉള്ളൂ. ഞാനും അപ്പനും ഇവരുടെ എല്ലാം നിലപാട് അത് തന്നെയാണ്. ഞാനും അപ്പനും സുഭദ്രയും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാനും അപ്പനും സുഭദ്രയാകുമ്പോൾ സുഭദ്ര പടിക്ക് താഴെ നിൽക്കും, ഞാനും അപ്പനും കൂടി ഭരിക്കും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഭദ്രയെ കണ്ടിട്ട് കുറെ കാലം, ഇത്രേ കാലം സുഭദ്ര അവിടെ ഇല്ലായിരുന്നു, സംസ്ഥാന സെക്രട്ടറി. പെട്ടെന്നൊരു താരോദയം പെട്ടെന്ന് വരുന്നു. അപ്പോൾ എന്തോ ഒരു മിഷൻ കംപ്ലീറ്റ് തീർച്ചയായിട്ടും അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടാണ്. അത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ, ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പിന്നീട് പറയാം എന്താണെന്ന്. കൃത്യമായ രേഖകൾ കൂടി, ബിനാമി ഇടപാടുകളുടെ ഒക്കെ കൃത്യമായ രേഖകൾ ഉണ്ട്. തീർച്ചയായിട്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചുമതല വന്ന കുറേ ബിനാമികളുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ എന്തായാലും ഞാൻ പുറത്തുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്കത് വരും ദിവസങ്ങളിൽ കാണാൻ ഞാൻ അതിനൊരു കാലതാമസം എടുക്കുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടത്, അപ്പോൾ അതിനൊരു കാലതാമസം എടുക്കുന്നുണ്ട്. ഞാനൊരു വാർത്ത പുറത്തു വിടുമ്പോൾ ആ വാർത്തയെ സംബന്ധിച്ച് അതിൻ്റെ സമഗ്രമായ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എത്തിയ ശേഷവും സമഗ്രമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷവും മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി താമസിക്കുന്നത്. അതെ, എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ. എനിക്കൊരു 140 രൂപ കിട്ടാനുണ്ട്. അതിൽ 3 രൂപയെ കിട്ടിയുള്ളൂ. 137 രൂപ മിസ്സായി. ഞാനത് വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛനോട് എങ്ങനെ പറയും? അച്ഛാ, എനിക്ക് 3 രൂപ കിട്ടിയെന്ന് പറയും. അപ്പോൾ എൻ്റെ വിചാരം, എൻ്റെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് നന്നായി മക്കളെ, 3 രൂപ കിട്ടിയല്ലോ, 137 പോട്ടെ, അങ്ങനെയാണോ? അതല്ല, തീർച്ചയായിട്ടും അതാണ് ഇപ്പോഴത്തെ നിലപാട്. അച്ഛൻ്റെ നല്ല തല്ല് കിട്ടും എനിക്ക്, അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? 3 പേരെ ജയിച്ചുള്ളൂ. അത് വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പേരെ ജയിച്ചു എന്നുള്ളത് വെച്ചുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കുന്നത് ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഫലപ്രദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചു, ഭരണം കിട്ടിയെന്നത് വെച്ച് മറച്ചു വെച്ചു. അതിന്റെ ഫലമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് കിട്ടിയപ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു, ആ പാറ്റേൺ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. 3 സീറ്റ് കിട്ടിയപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിജയമായി, ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ് ഇന്ന ആളാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് PR തുടങ്ങി ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് BJPക്ക് ഭരണത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ആദ്യമായി BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലേക്ക് മാറണം. ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീണ്ടും ശബരിമലയിലേക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഇത്രയും ദിവസം ശബരിമല ഇല്ലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന, സാമൂഹ്യ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, സാമൂഹ്യ വിഷയങ്ങൾ ഏതാണ് എന്ന് ചിന്തിച്ച് അത് തെരഞ്ഞെടുത്തുകൊണ്ട് ആ വിഷയങ്ങളിൽ സമരം ചെയ്യുകയും ആ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യണം. ഒരു അപവാദമായ ഒരാളുണ്ട്. നല്ലത്, കാരണം സർക്കാർ അധികാരത്തിൽ ഏറിയില്ല, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ പാവപ്പെട്ട KSRTCയിലെ കണ്ടക്ടറുടെ ആ മാസ ശമ്പളത്തിന്റെ പകുതിയും പോയി. സത്യം അതൊരു മോശപ്പെട്ട കാര്യമാണ്. വീണ്ടും അത് രസം എന്താ ചെയ്ത്? അത് രാജേഷ് അത് ചെയ്തു, അത് തെറ്റാണെന്ന് മനസ്സിലായാൽ മിണ്ടാതെങ്കിലും ഇരിക്കാം. പണം തിരിച്ചു കൊടുക്കണം, ആ പൈസ തിരിച്ചു കൊടുത്ത് അവർക്കുണ്ടായ നഷ്ടം തിരിച്ച് അത് പറഞ്ഞ് അത് മിണ്ടാതെങ്കിലും മാക്സിമം അത് ന്യായീകരിക്കാൻ പറ്റിയില്ല, മിണ്ടാതിരിക്കും. ഇവിടെ എന്താണ്, അവരെ കൊണ്ട് വീണ്ടും ന്യായീകരിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തൊരു 15 ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റ് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ആ ഡേറ്റ് എന്തിനു പറഞ്ഞു? ഇപ്പോഴത്തെ അടുത്ത
ചോദ്യമാണ്. എന്ത് ബാലിശമായ ഇടപാടാണെന്ന് ആലോചിച്ചു. അവര് പോലീസിന് പരാതി കൊടുത്തു, എന്റെ പൈസ തന്നില്ല. അതെ, തീർച്ചയായിട്ടും BJP ജോലി തടസ്സപ്പെടുത്തുക, അവരുടെ ജോലി തടസ്സപ്പെടുത്തുക. ഗവൺമെന്റ് ഓർഡർ ഇല്ല. ഞാനായിരുന്നു ചെയ്തേനെ കേട്ടോ. അവരുടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജോലി തടസ്സപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. അവരുടെ ടിക്കറ്റ് എടുക്കാതെ വാഹനത്തിൽ കയറുക, അവരുടെ ജോലി തടസ്സപ്പെടുത്തുക, ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ വീണ്ടും 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 ന്യായീകരിച്ച് വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജൂൺ 15 പറഞ്ഞിട്ടുണ്ട്, ജൂൺ 15 വന്നേക്കണം, ജൂൺ 15 കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവരുടെ തലയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ ഉടായ്പകളും ഇത്തരത്തിലുള്ള സമയം, അതായത് എല്ലാവരും ചെയ്യുന്നതിന് മുമ്പ് ചെയ്താൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ അങ്ങനെയല്ലെന്നേ ക്രെഡിറ്റ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയല്ല ക്രെഡിറ്റ് ഉണ്ടാക്കേണ്ട. ആശാ വർക്കർമാർ സമരം ചെയ്തു. എത്ര ദിവസം അവർ സമരം ചെയ്ത്? അത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യാൻ മെഷീനറി ഇല്ലാത്ത സംഘടനയല്ലല്ലോ BJP. രാപ്പകൽ ഒരു സമരം ചെയ്തില്ല. അപ്പൊ അത്തരത്തിലുള്ള സമരം ചെയ്യാൻ കേപ്പബിൾ ആയ ഒരു സംഘടനയാണ് BJP. അങ്ങനെ നന്നായി വൃത്തിയുള്ള മാന്യമായ സമരങ്ങൾ ചെയ്യണം. അതിന് പകരം ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ഒരു സ്ത്രീയുടെ പകുതി ശമ്പളവും കളഞ്ഞ്, അവർക്ക് ഒരു 22 പേർക്കോ 24 പേർക്കോ എന്തോ ടിക്കറ്റ് എടുക്കണമെന്ന് അവരുടെ പകുതി ശമ്പളവും കളഞ്ഞ് അവരുടെ കുടുംബത്തിൽ കഞ്ഞി പുകയാതിരിക്കുന്ന അവസ്ഥയുണ്ടാക്കി സമരം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ നേതാക്കന്മാർ വരുന്നതും പോകുന്നതും ഒക്കെ കൊള്ളാം, പക്ഷേ അത് ലോങ് റണ്ണിൽ ഉപകാരപ്രദമായ ഒരാളാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ KV തോമസിന്റെ കാര്യത്തിലാണെങ്കിൽ KV തോമസ് ഈ പാർട്ടിക്ക് എന്ത് ഗുണമാണ് ഇനി ഈ പാർട്ടിയിലേക്ക് വന്നാൽ പോലും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മറ്റൊരു വലിയ നീക്കവും നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസിനെ ഇങ്ങോട്ട് ഈ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും കേരള കോൺഗ്രസ് ഏത് ഔട്ട്റീച്ച് നടത്തിയാലും ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വളരെ കുറവുണ്ടായിരിക്കുന്നു. സംഘടനാ സംവിധാനം പാടെ തകർന്നിരിക്കുന്നു. വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് BJPയുടെ സംഘടനാ സംവിധാനത്തിൽ എന്തൊക്കെയാണ് പാളിച്ചകൾ, എങ്ങനെയാണ് BJP മുമ്പോട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൂടുതൽ ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ ഞങ്ങൾ വിശദമായി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നതായിരിക്കും.